രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെ നമ്മുടെ സമൂഹം മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ മാറ്റങ്ങൾക്കെതിരെ മുഖം തിരിഞ്ഞ് നടക്കാതെ ആ മാറ്റങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ മാറ്റങ്ങളോട് നിരന്തരമായിട്ട് സംവദിച്ചുകൊണ്ട് കലഹിച്ചുകൊണ്ട് നിങ്ങൾക്കും എനിക്കും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ ആശംസിക്കുകയാണ്. ഈ കാലം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള മാറ്റത്തിന്റെ മുഖങ്ങളാണ് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളും എന്റെ പിന്നിലിരിക്കുന്ന ഇവരും ഞാൻ അടക്കമുള്ള ആളുകൾ എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ പറയുകയാണ്. എന്താണെന്നറിയോ, കുറെ കാലമായിട്ട് സ്ത്രീകൾക്ക് രാഷ്ട്രീയം വേണോ വേണ്ടയോ എന്നുള്ള ആശങ്കാപരമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ടുള്ള ആളുകളാണ് നമ്മൾ. അരാഷ്ട്രീയവാദം ഒരു ട്രെൻഡായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നിഷ്പക്ഷത എന്ന് പറയുന്നത് ഒരു വലിയ ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയം പറയാൻ തീരുമാനിച്ചിറങ്ങിയ ആളുകളാണ് നമ്മൾ. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്തോ മോശം കാര്യമാണ് എന്നുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും നടക്കുന്ന കാലഘട്ടത്തിൽ, അതിനെ ശരിവെക്കുന്ന വാർത്തകൾ പുറത്തു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് നന്മയുടെ രാഷ്ട്രീയം പറയാൻ ഇറങ്ങി തിരിച്ച ആളുകളാണ് നമ്മൾ. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ സാഹചര്യം അതിന്റെ ഏറ്റവും മോശം കാലാവസ്ഥയിലൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയം പറയാൻ തീരുമാനിച്ചവരാണ് നമ്മൾ. ആകെ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മൾക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തിരിച്ചറിയാതെ പോകുന്നത് വലിയൊരു ദുരന്തമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ ഇടപെട്ടില്ലെങ്കിലും രാഷ്ട്രീയം നമ്മളിൽ ഓരോരുത്തരിലും നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യത്തോടുകൂടി രാഷ്ട്രീയ സദസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള രാഷ്ട്രീയം കേൾക്കാനും പറയാനും അറിയാനും വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള മനുഷ്യന്മാരാണ് നമ്മൾ. വലിയ മാറ്റമാണ് ഈ കാലഘട്ടം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണത്. കുറെ മനുഷ്യന്മാരുടെ പ്രയത്നത്തിന്റെ, കുറെ മനുഷ്യന്മാരുടെ ആത്മസമർപ്പണത്തിന്റെ, കുറെ മനുഷ്യന്മാരുടെ നിരന്തരമായിട്ടുള്ള പ്രയാസങ്ങളുടെ, അവഗണനയുടെ, സമയവിനിയോഗത്തിന്റെ, ധനവിനിയോഗത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും നല്ല ഫലമായിട്ട് രൂപം കൊണ്ട് വന്നിട്ടുള്ള മാറ്റമാണ്.